മധ്യപ്രദേശിലെ ഇൻഡോറിലെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ശാസ്ത്രജ്ഞന്റെ 71 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. വീഡിയോ കോളിലൂടെ CBI ഉദ്യോഗസ്ഥരെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ CBI ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ തട്ടിപ്പ് നടത്താൻ പല ആളുകളും തയ്യാറാകുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ കുപ്പായമൊക്കെ ഇട്ട് ദൂരെ ഇരുന്ന് വീഡിയോ കോളിലൂടെ പ്രത്യക്ഷപ്പെട്ട് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് CBI ആണ് എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു കള്ള ഐഡൻറ്റി കാർഡുമായിട്ടൊക്കെ വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി ചേരുന്നു. നിതിൻ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയത്? തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ നൽകൂ. കാര്യം കേരളത്തിലും ഇങ്ങനെ റോഡിലിറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നെ ഒന്ന് തട്ടിക്കണമെന്ന് പറഞ്ഞിട്ട്. SKN വളരെ സജീവമായി തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ സംഘം ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ആഗ്രയിൽ മകൾ സെക്സ് റാക്കറ്റിൽ പെട്ടു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ ഡിജിറ്റൽ സംഘത്തിന്റെ ഇത്തരമൊരു തട്ടിപ്പ് സംഘത്തിന്റെ ഫോൺ വന്നതിന് പിന്നാലെ തന്നെ ഒരു വീട്ടമ്മ ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ പുറത്തു വന്ന വിവരപ്രകാരം ഇൻഡോറിലെ RRCAT എന്ന സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞനാണ് ഈ തട്ടിപ്പിന് ഇരയായത്. 71.33 ലക്ഷം രൂപയാണ് ഈ തട്ടിപ്പ് സംഘം ശാസ്ത്രജ്ഞനിൽ നിന്ന് തട്ടിയെടുത്തത്. ഓഗസ്റ്റ് 18-ന് ഈ ശാസ്ത്രജ്ഞൻ ഡൽഹിയിൽ നിന്ന് ഒരു സിം എടുത്തിട്ടുണ്ട്. ഈ സിമ്മിൽ നിന്ന് സ്ത്രീകൾക്ക് അശ്ലീലമായ സന്ദേശങ്ങൾ നിരന്തരമായി പോകുന്നു എന്നാണ് ഈ ട്രായ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം CBI സംഘം എന്ന് ധരിപ്പിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് സംഘം ശാസ്ത്രജ്ഞനെ ബന്ധപ്പെടുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കാലം ഈ ശാസ്ത്രജ്ഞൻ ഈ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിലായിരുന്നു. ഈ തട്ടിപ്പ് സംഘം ഒരാഴ്ചത്തോളം ഇയാളെ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് വെച്ചു. അതിനുശേഷം ഇടയ്ക്കിടെ വീഡിയോ കോൾ വഴി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തട്ടിപ്പിലൂടെ, അതായത് ഈ സ്ത്രീപീഡനം നടത്തി, അതായത് അശ്ലീല സന്ദേശം അയച്ച് അങ്ങനെ സ്ത്രീപീഡനം എന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടായത്. ഇയാൾ പണം പല ഇടങ്ങളിൽ നിന്നും ഇടപാടുകളിലൂടെ സമ്പാദിച്ച പണം കള്ളപ്പണത്തിനായി ഉപയോഗിക്കുന്നു, മാത്രമല്ല മറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിച്ച് തന്നെയാണ് ED സംഘം ഇതിൽ ഇടപെടുന്നതും EDയും അതോടൊപ്പം CBI സംഘം ഇതിൽ ഇടപെടുന്നതും. അതിനുശേഷമാണ് ഈ സംഘം ഇവരിൽ നിന്നും 71 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത്. പിന്നീടാണ് ഈ 71 ലക്ഷം രൂപ തനിക്ക് നഷ്ടപ്പെട്ടത് ഈ തട്ടിപ്പ് സംഘത്തിനാണെന്ന വിവരം തനിക്ക് മനസ്സിലായത്. അതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഇൻഡോർ പോലീസ് ഇപ്പോൾ ഈ ഒരു സംഭവം അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നിർബാധം ഈ ഒരു ഡിജിറ്റൽ സംഘം ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് നടത്തി അങ്ങനെ ഒരു തട്ടിപ്പ് ഇപ്പോൾ അരങ്ങേറുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ വിവരമാണ് ഇപ്പോൾ ഇൻഡോറിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും സ്ത്രീപീഡനം ആരോപിച്ചായിരുന്നു ഇത്തരമൊരു ഡിജിറ്റൽ അറസ്റ്റ് അരങ്ങേറിയത്. ഒരാഴ്ചക്കാലം നടത്തിയ ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ ശാസ്ത്രജ്ഞന്റെ ഭാര്യയെയും തട്ടിപ്പ് സംഘം വീഡിയോ കോളിലൂടെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഈ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളും തന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ നടപടി എന്നത് ശ്രദ്ധേയമാണ്. യാതൊരു തരത്തിലും ഇത് പിടിക്കപ്പെടില്ല എന്ന ഉറപ്പ് ഈ സംഘത്തിനുണ്ട്. അത് തന്നെയാണ് നിർബാധം ഈ ഒരു തട്ടിപ്പ് സംഘം ഇപ്പോൾ വിലസുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സജീവമായി തന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റ് അരങ്ങേറുന്നുണ്ട്. പിന്നീട് പണം പല ഘട്ടങ്ങളിലായി ഇങ്ങനെ തട്ടിപ്പ് സംഘം ഈ സംഘത്തിലേക്ക് തട്ടിപ്പായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ ഇൻഡോറിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ സംഘത്തിന് ഏത് നിലയിൽ പിടിക്കപ്പെടുമെന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടൽ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തർപ്രദേശിലെ ഈ വീട്ടമ്മ മരിച്ച സംഭവത്തിലടക്കം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇൻഡോറിൽ നിന്ന് ശാസ്ത്രജ്ഞന്റെ കൈവശം നിന്നും 71.33 ലക്ഷം രൂപ ഇപ്പോൾ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിരിക്കുന്നത്. SKN നിതിൻ അംബുജൻ.